ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ അമ്മേ, കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ലേ? ഞങ്ങൾ ഉറക്കത്തിലേക്ക് വീണുപോയ അമ്മ എന്തെങ്കിലും ചെയ്ത് പുറത്തിറങ്ങുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാ വാതിൽ പൂട്ടുമ്പോൾ പുറത്തുനിന്നുകൂടി പൂട്ടിയത്. ഈ 2 വാതിലും കഴിഞ്ഞാ ഇനി അടുക്കള വാതില് മാത്രമേ ഉള്ളൂ. അത് താഴിട്ട് തന്നെ പൂട്ടി. അമ്മ എങ്ങോട്ടായി പോകാൻ ശ്രമിക്കുന്നേ? കണിമംഗലത്ത് എന്ന് പ്രിയങ്ക ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാല് അവരും അമ്മയെ ഭ്രാന്തി എന്ന് വിളിക്കില്ലേ? സത്യം പറയുന്നതും ഭ്രാന്താണെങ്കിലേ അവരും എന്നെ വിളിച്ചോട്ടെ. നിനക്കെന്താ? ഒന്ന് മിണ്ടാതിരിക്കമ്മേ. എന്ത് സത്യം? അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും അങ്ങനെ തോന്നുന്നില്ലല്ലോ. ആ, എനിക്കല്ലാതെ വേറെ ആർക്കാ അവളോട് സ്നേഹമുള്ളത്? നിനക്കുണ്ടോ? ഇവനുണ്ടോ? ഇപ്പൊ ഞാനേ നിങ്ങളുടെ മുന്നിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഒരു ദിവസം അവള് വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കും. അന്ന് അവള് ചോദിക്കും ഇതേ ചോദ്യങ്ങള്. അപ്പൊ രണ്ടാളും മറുപടി പറയുന്നതേ എനിക്കൊന്ന് കാണണം. അങ്ങനെ പ്രിയങ്കമോള് മുന്നിൽ വന്ന് ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറഞ്ഞോളാം. അമ്മ ഇപ്പൊ അകത്തേക്ക് കയറി പോന്നോക്ക്. ഉറങ്ങേയില്ല, മറ്റുള്ളവരെ ഉറങ്ങാൻ സമ്മതിക്കുകയില്ല. നിന്റെ ഒന്നും ഉറക്കം ഞാൻ കാരണം പോകണ്ട. ഞാനങ്ങ് പൊക്കോളാം. ഇതെന്ത് ചെയ്യും ദേവേട്ട? രാവും ഇല്ല പകലും ഇല്ല. എന്നും ഇങ്ങനെ പേടിച്ച് ജീവിക്കാനാണോ? അടുത്ത തവണ ഡോക്ടറെ അടുത്ത് പോകുമ്പോ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. അതുവരെ എന്താന്ന് വെച്ചാൽ സഹിക്കാം, അത്ര തന്നെ. സഹിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അമ്മ ചീത്ത പറഞ്ഞാലും എന്തെങ്കിലും എടുത്ത് എറിഞ്ഞാലും ഞാനത് മനസ്സിൽ കൊണ്ട് നടക്കുന്നുമില്ല. പക്ഷെ അമ്മ പോയി എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാലോ? ഈശ്വരൻ കാക്കട്ടെ. നമ്മുടെ കണ്ണെത്താത്തടുത്ത് ഈശ്വരന്റെ കണ്ണെത്തുമല്ലോ.